നമസ്കാരം. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇത് പള്ളിവാസലാണ്, മൂന്നാറിലെ പള്ളിവാസൽ. ഞങ്ങളൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാനുള്ള നടപ്പാണ് ഈ നടക്കുന്നത്. ഈ കാണുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഊർജ പ്രയാണത്തിൻ്റെ ചരിത്രം പറയുന്ന ഒരു മാപ്പാണിത്. 1940 അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ ദീർഘവീക്ഷണത്തിൽ നിന്നാണ് ഇതിനെല്ലാം തുടക്കം. ഈ കാണുന്നത് മൂന്നാറിൽ നിന്നും പവർ ഹൗസിലേക്ക് വെള്ളം എത്തിക്കുന്ന ഇൻടേക്ക് വാൽവിൻ്റെ തുടക്കമാണ്. മഴക്കാലത്ത് മാട്ടുപ്പെട്ടി കുണ്ടള ഡാമിൽ ശേഖരിക്കുന്ന വെള്ളവും മുതിരപ്പഴയാറിലെ വെള്ളവും ഈ കാണുന്ന 6 ഹെഡ് വർക്ക്സ്, രാമസ്വാമി അയ്യർ ഹെഡ് വർക്ക്സിൽ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടാണ് നമ്മൾ മുമ്പേ കണ്ട ഇൻടേക്കിലൂടെ പവർ ഹൗസിലേക്ക് വെള്ളം എത്തിക്കുന്നത്. നമ്മൾ മൂന്നാറിൽ നിന്നും ഇറങ്ങി പോന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന പെൻസ്റ്റോക്ക് വഴി, ഈ പൈപ്പ് വഴിയാണ് 6 ഹെഡ് വർക്ക്സിൽ നിന്നുള്ള വെള്ളം പള്ളിവാസൽ പവർ ഹൗസിലേക്ക് എത്തിക്കുന്നത്. ഏതാണ്ട് 6 ഹെഡ് വർക്ക്സും പള്ളിവാസൽ പവർ ഹൗസും തമ്മിൽ ഏതാണ്ട് 2000 അടി താഴത്തിലാണ് പവർ ഹൗസ് ഇരിക്കുന്നത്. ഈ കാണുന്ന ജംഗ്ഷൻ, വീണ്ടും നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ജംഗ്ഷൻ 2-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീൻകെട്ട് ജംഗ്ഷനിലെത്താം. ഇതാണ് മീൻകെട്ട് ജംഗ്ഷൻ. ഇവിടെയാണ് പവർ ഹൗസുമായിട്ട് ബന്ധപ്പെട്ട 2 വലിയ ഓഫീസുകൾ ഇരിക്കുന്നത്. അതിനിടയ്ക്ക് നമുക്കൊരു കെട്ടിടവും കൂടെ കാണാനുണ്ട്. ഈ കാണുന്നതാണ്. ഇതാണ് വാൽവ് ഹൗസ്. ഇവിടെ നിന്നാണ് ജനറേറ്ററിലേക്ക് പെൻസ്റ്റോക്ക് വഴി പോകുന്ന വെള്ളത്തിൻ്റെ ഗതിവേഗം നിയന്ത്രിക്കുന്നത്. വീണ്ടും നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം KSEBയുടെ സ്ഥലങ്ങളാണ്. ഇത് KSEBയുടെ സിവിൽ ഡിവിഷൻ ഓഫീസാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ വീണ്ടും താഴേക്ക് ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് KSEBയുടെ ജനറേഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസ് കാണാം. ഇതാണ് ജനറേഷൻ ഡെപ്യൂട്ടി സിയുടെ ഓഫീസ്. വീണ്ടും നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് പുതിയ പെൻസ്റ്റോക്ക് പൈപ്പുകൾ താഴേക്ക് പോകുന്നത്. നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതുകൊണ്ട് ഈ പൈപ്പ് അങ്ങ് താഴേക്ക് നമ്മുടെ പവർ ഹൗസിലേക്ക് എത്തുന്നതാണ്. ഈ പാലത്തിനോട് ചേർന്ന് ആണ് നമ്മുടെ സിവിൽ ഡെപ്യൂട്ടി സിയുടെ ഓഫീസ്, സിവിൽ സർക്കിൾ ഓഫീസ് മീൻകെട്ട് എന്ന് നമ്മൾ പറയുന്നത്. എത്ര മനോഹരമായ സ്ഥലത്താണ് അതിരിക്കുന്നതെന്ന് നോക്കും. ഈ കാണുന്നത് ഭൂകമ്പ മാപന കേന്ദ്രമാണ്. ഇനി നമ്മൾ മുമ്പോട്ട് പോന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മീൻകെട്ട് ജംഗ്ഷനിലെത്തി ആനച്ചാലിനുള്ള വഴിയെ പോന്നു കഴിഞ്ഞാൽ നമുക്ക് പവർ ഹൗസിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ദൂരെ ഇവിടെ ജക്രാന്തകളൊക്കെ പൂത്തിരിക്കുന്ന സമയമാണിപ്പോൾ. ഇത് ചിത്തിരപുരം വ്യൂ പോയിൻ്റാണ്. ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ചിത്തിരപുരം സെക്ഷൻ ഓഫീസും സബ്സ്റ്റേഷനും ഒക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതാണ് ചിത്തിരപുരം. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി ഒരു 1 കിലോമീറ്ററോട് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ കാണുന്ന ജംഗ്ഷൻ്റെ പേരാണ്, ഇതിന് ചെകുത്താമുക്കത്താണ് അറിയപ്പെടുന്നത്. ഇവിടുന്ന് ഈ ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പവർ ഹൗസിലേക്ക് എത്താം. അപ്പോൾ പവർ ഹൗസിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ പവർ ഹൗസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പവർ ഹൗസ് റോഡ്. 2 സൈഡിലും ധാരാളം റിസോർട്ടുകളും എല്ലാം ഇരിക്കുന്ന റോഡാണ്. ഇപ്പോൾ കുറച്ച് നല്ല വീതിയൊക്കെ ആയിട്ടുണ്ട്, നല്ല റോഡായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വണ്ടി ഓടിച്ച് പവർ ഹൗസിലേക്ക് പോകാം. താഴെ കാണുന്നതാണ് സ്വിച്ച് യാർഡും പുതിയ പവർ ഹൗസും. ദൂരെ നമുക്ക് ഈ മരങ്ങളുടെ ഇടയിലൂടെ പെൻസ്റ്റോക്ക് വരുന്നത്, നമുക്ക് പവർ ഹൗസിലേക്ക് എത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാം. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നെനിക്ക് അറിയില്ല, എന്നാലും നോക്കുക. ഈ താഴേക്ക് ഇനിയും നമ്മൾ വീണ്ടും ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ കാണുന്നതാണ് പുതിയ പവർ ഹൗസ്. 30 മെഗാവാട്ടിൻ്റെ 2 ജനറേറ്ററുകളാണ് ഈ പവർ ഹൗസിലുള്ളത്. നമുക്ക് വീണ്ടും താഴേക്ക് പോവാം. ഇത് ചരിത്രപ്രധാനമായ ഒരു ദിവസമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1940 കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതി നിലയമാണ് ഈ
പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. അതിനുശേഷം 2007 പണി തുടങ്ങിയതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണാൻ പോകുന്ന ഈ കാണുന്ന പള്ളിവാസൽ എക്സ്റ്റൻഷൻ സ്കീം എന്ന് പറയുന്ന PS എന്ന് പറയുന്ന പ്രോജക്റ്റ്. 2007 മാർച്ചിലാണ് ഇത് തുടങ്ങിയത്. അതിനുശേഷം ഒരുപാട് ജിയോളജിക്കലായിട്ടും ടെക്നിക്കലായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഒരുപാട് സമയം താമസിച്ച് 19 വർഷത്തിന് ശേഷമാണ് ഈ പ്രോജക്റ്റ് ഇന്ന് ഈ 12/3/2026 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ചരിത്ര നിമിഷമാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനായിട്ടുള്ള സന്നാഹങ്ങളൊക്കെ ആയി വരുന്നു. ഇത് അതിരാവിലെയാണ്. ആർച്ചും ആദ്യമൊക്കെ സംഭവങ്ങളൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുവഴി നടന്നു വേണം നമുക്ക് ആ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിലേക്ക് പോകാനായിട്ട്. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പഴയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പതിയെ നടന്ന് പോവാം ഈ വഴിയിലൂടെ തന്നെ. അങ്ങനെ ഒരു ആവേശത്തിലാണ് ഞങ്ങൾ പഴയ KSEB ഉദ്യോഗസ്ഥരായിട്ടുള്ള റിട്ടയർഡായിട്ടുള്ള ഞങ്ങളെല്ലാവരും ഈ സമയത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ ഒരു അല്പം താമസിച്ചു പോയി രണ്ടാമത് വന്നപ്പോൾ. കാരണം 11 മണിക്കാണ് ഉദ്ഘാടനം പറഞ്ഞിരുന്നത്. മുഖ്യമന്ത്രി 11 മണിക്ക് തന്നെ എത്തി. പക്ഷേ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനും ഓടി എത്താനും സാധിക്കാൻ പറ്റാത്തതുകൊണ്ട് ട്രാഫിക് ബ്ലോക്കും എല്ലാം ആയതുകൊണ്ട് നമുക്ക് താമസിക്കേണ്ടി വന്നു. ഇവിടുത്തെ പഴയ ജനറേറ്ററിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 37.5 മെഗാവാട്ട് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷന് ശേഷമുള്ള വെള്ളം, പുറത്തേക്ക് വിടുന്ന വെള്ളം പമ്പ് ചെയ്തായിരുന്നു ടെയിൽ റൈസ് വഴി പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ പമ്പ് ഹൗസിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ടാണ് പഴയ ജനറേറ്റിംഗ് സ്റ്റേഷന് ഉള്ളത്. അപ്പോൾ ഇവിടെ ഉദ്ഘാടനത്തിൻ്റെ പരിപാടികളൊക്കെ നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ സംസാരിച്ചു കഴിഞ്ഞിരുന്നു. മന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഉപഹാരം സ്വീകരിക്കുന്നതിനായി KSEB ജനറേഷൻ ചീഫ് എഞ്ചിനീയർ വിജുരാജൻ സാറിനെ ക്ഷണിക്കുന്നു. ആ 1940 ആ പഴയ പ്രതാപത്തിൽ നിന്നും 2026 ഈ പുതിയ നേട്ടത്തിലേക്ക് എത്തുമ്പോഴും പള്ളിവാസലിലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം പോയി. 2024 ഡിസംബറിൽ വ്യാവസായികമായിട്ട് ഈ പവർ ഹൗസിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയിരുന്നു. പള്ളിവാസലിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ കാഴ്ചകളും പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും